നീ ഇങ്ങോട്ട് വരണ്ട. അതെന്നാന്നേ? എനിക്ക് ഇച്ചിരി സമാധാനം വേണം, അത് തന്നെ. ആയി ശരി, എനിക്ക് നീ എങ്ങനെ സമാധാനിക്കണ്ട. ഡാ ചെറുക്ക, നീ എന്ത് ചെറുക്ക? ഞാൻ വരും, വരിക തന്നെ ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലോ. അപ്പൊ മോനെ ബയ്യേ. കട്ടാക്കതരാ. ഓ ഡാമിറ്റ്. എന്താ പറഞ്ഞ റേഞ്ച് ചേട്ടാ? എന്തു പറ്റി? ഇനി എന്തു പറ്റാനാ? എന്തു പറ്റി റേഞ്ച് ചേട്ടാ? ആരാ വിളിച്ചേ? എന്റെ പരട്ട. പരട്ടയോ? അതെന്തോന്നാ? ഓ എന്റെ ഇരട്ടയെന്ന്. ഇരട്ടയോ? യു മീൻ ട്വിൻ? വാവ്, റേഞ്ച് ചേട്ടാ ഇരട്ടയായിരുന്നോ? ആ അതെ. വാവ്, ഞാൻ ആദ്യമായിട്ടോ ട്വിൻസിനെ നേരിൽ കാണുന്നത്. നിങ്ങൾ ഐഡന്റിക്കലാ? ഒരേപോലെ കാണാൻ? ഒരേപോലെയാ. വീണ്ടും വാവ്. ഈ ട്വിൻ ബ്രദറിന്റെ പേരെന്തുവാ? ചേട്ടന്റെ പേര് റെയിൻ എന്നല്ലേ? ഇനി വല്ല ക്ലൗഡ് എന്നോ വല്ലതും ആണോ? ക്ലൗഡ് ഒന്നും അല്ല, റോമൻ. റോമൻ, നൈസ് നെയിം. ഈ റോമൻ ചക്രവർത്തികളൊന്നും റോമൻ സാമ്രാജ്യം എന്നൊക്കെ പറയണ മാതിരി. ഈ റോമൻ ചേട്ടൻ വിസിറ്റിന് തന്നെയാ? അല്ല, പഠിക്കാൻ. ഇവിടെ പഠിക്കാനാ? ദാറ്റ്സ് എ കൂൾ. സോ എക്സൈറ്റഡ്. ഇതെന്താ റേഞ്ച് ചേട്ടാ ഒരുമാതിരി ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കണം? ഏയ് ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ലെന്നല്ല, ഞാൻ പറയാം. ചേട്ടന് റോമൻ ചേട്ടന് ഇവിടെ വന്ന ഇഷ്ടമല്ല അല്ലേ? ഏയ് ആര് പറഞ്ഞു? പിന്നെ ഞാൻ കണ്ണുകൂട്ടനാണല്ലോ. റേഞ്ച് ചേട്ടാ കാര്യം പറ. പറയാം. അവൻ ഇങ്ങോട്ട് വന്നാൽ ശരിയാകില്ലെന്നേ. ഫുൾ അലമ്പ്. എനിക്ക് ശല്യമായിരിക്കും. എന്തലമ്പ്? അലമ്പെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. അലമ്പ് അത് തന്നെ. അങ്ങനെ എന്തലമ്പ്? സത്യം പറ റേഞ്ച് ചേട്ടാ, ഇതല്ലല്ലോ ചേട്ടൻ ബ്രദറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്ത കാര്യം. ഏയ് ആര് പറഞ്ഞു? ഇത് തന്നെയാ. പിന്നെ ആ ഫേസ് കണ്ടാ അറിയാം വേറെന്തോ ആന്ന്. ചുമ്മാ ഇങ്ങനെ ഒരാൾ അലമ്പെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല, അതും സ്വന്തം ട്വിൻ ബ്രദറിന്. പോടെ ഇറക്ക. പോവില്ല. സത്യം പറ. എന്റെ തിയറീസ് ഒക്കെ വെച്ച് നോക്കുമ്പം ജലസ് ആകാനാ ചാൻസ് കൂടുതൽ. ജലസാ അവനോട് എനിക്ക്. വേറെ ആരോട് തോന്നിയാലും അവനോട് എനിക്ക് തോന്നില്ല. എന്നോട് നുണ പറയല്ലേ. ഞാൻ 12th ഗ്രേഡിന് സൈക്കോളജിയാ പഠിച്ച. മുഖം നോക്കി എനിക്ക് പറയാൻ പറ്റും. സോ ഇത് ജലസ് തന്നെയാ. ആയിഷ്, അപ്പൊ ഉള്ളതാണല്ലേ. ചുമ്മാ ഇട്ട് നോക്കിയിട്ട് എത്ര പെട്ടെന്ന് വീടിന് ഞാൻ ഓർത്തില്ല. ഹിഹിഹി. ഡാ ദുഷ്ടാ, അതവിടെ നിൽക്കട്ടെ. മോൻ പറഞ്ഞാട്ടെ റീസൺ. അത് അവൻ ഭയങ്കര പോപ്പുലറാ, ഞാൻ നേരെ ഓപ്പോസിറ്റ്. അതാ. ഇത്ര ചെറിയ റീസണോ? ചെറിയ റീസണോ? ഞങ്ങൾ എവിടെ പോയാലും എന്താ പറയാ, അവനൊരു സോഷ്യൽ ബട്ടർഫ്ലൈ. ഞങ്ങളുടെ നാട്ടുകാരനല്ലേ പോലും ആ നാട്ടിലുള്ള എല്ലാവർക്കും അവനറിയാം. ഒരുമാതിരി എന്നെ ഇഗ്നോർ ചെയ്തോണ്ട് അവനെ പൊക്കി പറയണ പറിച്ചില് ജലസ് ഉണ്ടാവാണ്ടിരിക്കുവോ? വെയിറ്റ് എ മിനിറ്റ്. ഞങ്ങളുടെ നാട്ടുകാരനല്ലാഞ്ഞിട്ടും? മനസ്സിലായില്ല. നൺ ഓഫ് യുവർ ബിസിനസ്. ഓ സോറി. ബാക്ക് ടു വിഷയം. അപ്പം ചേട്ടൻ തന്നെ ആയിരിക്കുമല്ലേ റോമൻ ചേട്ടനെ വേറെ കോളേജിൽ ആക്കാൻ കാരണം? കോഴ്സ് ചേട്ടന്റെ ഈഗോ ഇഷ്യൂസ്. അത് നിനക്കെങ്ങനെ? ദാറ്റ്സ് ദ പവർ ഓഫ് സൈക്കോളജി. അവന്റെ സൈക്കോളജി. എന്നാലും എന്റെ റേഞ്ച് ചേട്ടാ, ഇതൊക്കെ ഇച്ചിരി കൂടുതലായി പോയില്ലേ? ആ പാവ റോമൻ ചേട്ടൻ എന്നാ അറിഞ്ഞോണ്ടാ? ഇതെന്ത് ഡ്രാമയാന്നേ ഇത്രയും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ? അവിടെ മിണ്ടാണ്ടിരുന്നേ. മിണ്ടാണ്ടിരിക്ക മാട്ടേനാ? നീ എന്നാ പണ്ണുവേ? കണ്ടിട്ട് തന്നെ റോമന് ഭയങ്കര കാര്യല്ലേ. ഇന്ന് മോൻ റോമന്റെ അടുത്ത് പോയി കഴിക്കേ. ആഹാ. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞുകൂടാ. എന്ത് പറഞ്ഞുകൂടെന്ന്? എനിക്ക് ഫുഡ് തരില്ല എന്നത്. നമ്മളിന്ന് രണ്ടുപേരും ഒരുമിച്ചുണ്ടാക്കിയ ചിക്കൻ പാസ്ത, അതിന്റെ മണമൊക്കെ ഉണ്ടെങ്ങനെ നോക്കിക്കൂടെ ഇങ്ങനെ അടിച്ച് കയറി പറയാ. അതുകൊണ്ട് ഇങ്ങനത്തെ ദ്രോഹം ഇനി പറയല്ലേ. അച്ചടാ, ഒരു കുഞ്ഞു വാവ. അവന്റെ വായിന്ന് തന്നെ ഒന്നുമല്ല, കൊഞ്ചനം. അത് ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ലേ. എനിക്ക് ഫുഡ് തരല്ലേ പ്ലീസ്. എനിക്കൊന്ന് ആലോചിക്കണം. നിനക്ക് ഫുഡ് തരണോ വേണ്ടയോ എന്ന്. ആലോചിച്ച് കഴിഞ്ഞാ റേഞ്ച് ചേട്ടാ? എന്താ അനുഭവങ്ങാടാ ചെറുക്കാൻ? നീ ഒന്ന് ആലോചിക്കാൻ പോലും സമയം തരില്ലെന്ന് വെച്ചാ? അത് ഞാൻ ഈ ആലോചിച്ച് കഴിഞ്ഞെന്നറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ റേഞ്ച് ചേട്ടാ. ഇനി പറ, സമയം കിട്ടിയില്ലേ? ആലോചിച്ച് കഴിഞ്ഞാ ഇങ്ങനെ ഒരു ചെറുക്കൻ. ആലോചിച്ച് കഴിഞ്ഞ് ഞാൻ പാവമായി പോകില്ലേ? ഇന്നത്തേക്ക് ക്ഷമിച്ചതുകൊണ്ട് ഫുഡ് കഴിച്ചോ? താങ്ക് യു. ചേട്ടാ പാവാന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. റോമനോടൊക്കെ പണി നോക്കാൻ പറ. മതി മതി. പിന്നെ നിന്നോട് ഞാൻ ചോദിക്കാൻ പറ്റും.
എന്റെ കബോർഡിൽ നിന്ന് ആ സെസ്മി ഓയിലും സോയ് സോസും ആരാ എടുത്ത? നീയാണ് എടുത്ത? ആ ഒരു മഞ്ഞക്കുപ്പയും കറുപ്പ് കുപ്പിയാണോ? അതാണ് ഞാൻ എടുത്തത്. എന്താ ചേട്ടാ? ആ ബെസ്റ്റ്. എക്സ്പയറി ഡേറ്റ് പണ്ടെങ്ങാനും തീർന്നിട്ട് ഞാൻ കളയണോന്ന് പറഞ്ഞ് മാറ്റി വെച്ച 2 സാധനങ്ങളാ. മോൻ എന്തിലോട്ടാ അത് കമത്തിയ? നൂഡിൽസ്. ആഹാ, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ നോക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? എനിക്കെങ്ങനെ കുഴപ്പം വരാനാ? നൂഡിൽസ് കഴിച്ച ഞാനല്ലല്ലോ, സ്കൈയല്ലേ. ഓ ഗോഡ്. എടാ ചെറുക്ക, നീ ഒരു മനഃപൂർവ്വം കലക്കി കൊടുത്ത വല്ലതും ആണോ? മനഃപൂർവ്വമല്ല, എന്നാലും ഞാൻ റിഗ്രറ്റ് ചെയ്യണമെന്നില്ല. അവന് അതിന്റെ നല്ല കുറവുണ്ട്. എന്ത് കുറവ്? എടാ ചെറുക്ക, ആ ചെറുക്കന് വല്ലതും പറ്റിയ എന്റെ പേരിലാവില്ലേ ഇതൊക്കെ? എന്റെ കബോർഡിൽ നിന്നെടുത്ത സാധനമല്ലേ? ദൈവമേ, എന്താണ് ഇനി വരാൻ പോണേ? റേഞ്ചായിട്ട് നിങ്ങളുടെ വെറിയാകാതെ. അവരൊന്നും പറ്റില്ലെന്നേ, തല്ലിക്കൊന്നാലും ചാവാത്ത മുതല. ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കണേ? ഉള്ളതാണോ? ഉള്ളതാന്നേ. വാ ഫുഡ് കഴിക്കാം, ഇല്ലേ തണുത്തു പോവും. വന്നേ. അപ്പൊ ചേട്ടാ, എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ ഫുഡ്. ഐശ്വരി, എങ്ങടാ പോണേ? ആ കഴിച്ച പാത്രം നീ കഴുകി വെച്ചിട്ട് പോയേച്ചാ മതി. ചേട്ടാ, അതൊന്ന് കഴുകി വെക്കുവോ പ്ലീസ്? ഇതിനെ കൊണ്ട്. ചെറുക്ക, നീ ഉറങ്ങിയില്ലേ? എവിടോട്ട്? ഉറക്കം വന്നില്ലെന്നേ. എന്തേ, ആ സ്കൈ ആയിട്ട് വഴക്കുണ്ടാക്കഞ്ഞിട്ട് ഉറക്കം വരാത്തെ? ചെറുതായിട്ട്. അല്ല, ഇവിടെ ഈ കർഫ്യൂ ടൈം ഒന്നും ഇല്ലേ? ഉണ്ട്. എന്താ? അല്ല, ഈ സ്കൈ ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നു കണ്ടില്ല, അതാ. അത് കർഫ്യൂ ടൈം 9 മണി വരെയാ. ഇപ്പൊ 8:30 ആയിട്ടുള്ളൂ. അവൻ വന്നോളും. ഇതാ ഞാൻ കിടക്കാൻ പോവാണേ. എന്തേലും ഉണ്ടേ തന്നെ അങ്ങോട്ട് ചെയ്തേക്കണം. ഡോണ്ട് എവർ ട്രൈ ടു ബോദർ മീ. ഞാൻ നേരെ ഓപ്പോസിറ്റാ പറയാൻ പോകുന്ന പ്രതീക്ഷിച്ച. അത്രയും പ്രതീക്ഷിച്ചോ? മൈ ബാഡ്. ഇനി അങ്ങനെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. വെറുതെ അല്ലേ മൈൻഡാത്ത. എന്തേലും പറഞ്ഞായിരുന്നോ? ആര് എന്ത് പറഞ്ഞ്? പറയാൻ ചേട്ടാ, ഗുഡ് നൈറ്റ്. ഇവന്മാർക്ക് ഇതിന്റെ വല്ല ബോധം ഉണ്ടോ? രാവിലെ എണ്ണേക്കണമെന്നോ കുളിക്കണമെന്നോ കോളേജിൽ പോണമെന്നോ വല്ലോ. 8:30 9 മണിക്ക് കോളേജിൽ പോവാണ്ട് 2 എണ്ണ. 2 പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവോ? ആരോട് പറയാൻ, ആര് കേക്കാൻ? ഓ, ഇനി ഇത് ആരാണോ? വന്ന് തല്ലി പൊളിക്കാതെ. ആരാ? എന്ത് വേണം? എന്നതാ? എടോ, നിനക്ക് ചെവിക്ക് കുഴപ്പമല്ല ഉണ്ടോ? താൻ ആരാ? താൻ എന്തിനാ വന്നേന്ന്? ഓ, അത് ഞാൻ സ്കൈയുടെ ഫ്രണ്ടാ. അവനെന്തേ? അവൻ അകത്തുണ്ട്. എങ്ങോട്ടേക്ക് പോണ? നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡാനിയൽ. എന്നെ സ്നേഹമുള്ള ഒരു ഡാൻ എന്നാ വിളിക്കണം. അതിന് ഞാനെന്തോ വേണം? അങ്ങനല്ല, നിങ്ങൾക്കും എന്നെ ഡാൻ എന്ന് വിളിക്കാന്ന ഞാൻ ഉദ്ദേശിച്ച്. ഓഹോ, അല്ല, ഞാൻ എന്റെ പേര് പറഞ്ഞില്ലേ? താൻ എന്റെ പേര് പറഞ്ഞില്ല. എന്തിനാ ഇപ്പൊ അറിഞ്ഞിട്ട്? ഒരു ഫോർമാലിറ്റിക്ക്. എന്നാ ഫോർമാലിറ്റി? സ്കൈനെ ഞാൻ പറഞ്ഞ പുറത്തേക്ക് വിട്ടേക്കാം. പോയേ. ആരാ റേണേ വന്നാ? ഓ, തമ്പുരാനെപ്പോഴാ എണ്ണീറ്റ? ഇപ്പൊ ആണോ? അടച്ചെറുക്ക, നീ ഇന്നലെ എപ്പോഴാണോ ഡോമിൽ കയറിയ? 9 മണിക്കൂർ 13 മിനിറ്റ് 24 സെക്കൻഡ്. ഓഹോ, എന്നെ ആക്കിയതാണല്ലേ മോൻ. വിളിക്കണ്ടേ? പിന്നെ സാറിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ക്ലാസ്സിന് പോകാൻ. ഇങ്ങനെ നിൽക്കാതെ പോയി ഒരുങ്ങ്. ഓക്കെ സാർ. ഇയാള് പോയില്ലേ? ഇവിടെയും വന്നു? അതെ, ഞാൻ വന്നു. പിന്നെ താൻ മഴയത്താണല്ലേ ജനിച്ച? എന്തോന്ന്? അല്ല, തന്റെ പേര് റെയിനല്ലേ? അപ്പൊ റിയലി? എങ്കിൽ തന്റെ ഫ്രണ്ട് എന്താ ആകാശത്ത് നിന്നാണോ കുട്ടി വീണോ സ്കൈന്ന് വീരിടാൻ? അപ്പൊ മഴയത്തല്ലേ ജനിച്ച? അല്ല, ഈ ഇവിടെ നിക്കണതിന്റെ ഉദ്ദേശം എന്നാന്നേ? ഓക്കെ, അവൻ വന്നോളും. എന്നാലും ഇവിടെ നിന്നാൽ എന്താന്നേ? ഇവിടെ നിക്കണ്ട, അതന്നെ. That's so rude. അതെ, റൂഡാ. എന്നാ? മെയിൻ ഐ ലൈക്ക് ഇറ്റ്. എന്തോന്ന്? തന്നെ ഞാൻ പിന്നെ എടുത്തോളാന്ന്. ഡാ, നിന്നെ ഞാൻ. ഡാൻ പോയോ റൈനെ? പോയി. അല്ല, നീ ഇതെങ്ങനെ എത്ര പെട്ടെന്ന് ഒരുങ്ങിക്കഴിഞ്ഞ്? കുളിച്ചില്ല നീ? എന്തിനെന്നോ? ഇടോ, മനുഷ്യന്മാരെ കുറിച്ച് വൃത്തി വേണം. പിന്നെ ചുമ്മാ സമയം പോക്ക്. ഈ സ്പ്രേ ഒക്കെ ഉള്ളപ്പോ എന്തിനാ ചുമ്മാ കുളിച്ച് സമയം കളയണം? കൊള്ളാം, നല്ലതാ. താങ്ക്സ്. പിന്നുണ്ടല്ലോ, താൻ പോണല്ലേ കോളേജില്? ഉണ്ട്, അതിനല്ലേ കുളിച്ചിട്ട് നിക്കണേ. ഓ, ഐ സേ. വേറെ കൂട്ടാരുമില്ലേ? ഉണ്ട്. അതാരാ? എന്തിനാ അറിഞ്ഞിട്ട്? ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി. ആഞ്ചലോസ്. ആഞ്ചലോസ്, നൈസ് നെയിം. നിങ്ങൾ സെയിം കോഴ്സാ? അതെ. ഓ, വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? എന്തൊക്കെ അറിയണോന്നേ?
പോയേ, നിന്റെ ഫ്രണ്ടിന്റെ പുറത്ത് നിൽക്കണം. Alone at last. റേഞ്ചേട്ടാ, ദേ പിന്നെ. ഡാനി, എങ്കി എന്നാ കേറിയാലോ? അതെ, വലതുകാല് വെച്ച് തന്നെ കേറാം. വലതുകാല് വെച്ച് കയറാൻ നീ എന്നാ പുതുപ്പെണ്ണോ? അപ്പൊ വേണ്ടല്ലേ? ആര് പറഞ്ഞു വേണ്ടെന്ന്? അപ്പൊ നീ കുറച്ചും പറഞ്ഞ. ഐ മീൻ, വലതുകാല് വേണ്ട, നമ്മൾ ഇച്ചിരി തലതിരിവല്ലേ, അതുകൊണ്ട് ഇടതുകാല് വെച്ച് കയറാം. ഓ അങ്ങനെ, എനിക്ക് വാ കേറാം. വാവ്, നല്ല വിജൃംഭിച്ച ക്ലാസ് റൂം. വിജൃംഭിച്ച എന്ന് വെച്ചാ അതിന്റെ അർത്ഥമൊന്നും അറിയില്ല, പക്ഷെ കേൾക്കുമ്പോ ഒരു ഗുമ്മില്ലേ? ആ വാക്കൊരു ഗുമ്മുണ്ട്, പക്ഷെ ഈ ക്ലാസ് റൂം എനിക്ക് അത്ര പിടിച്ചൊന്നുമില്ല. എന്റെ എക്സ്പെക്ടേഷൻസില് വന്നില്ലത്. अरे अगर तुम्हें पसंद नहीं आए तो निकल जाओ. എടാ സ്കൈയെ, ഏതാടാ ഹിന്ദി പറയുന്നത് അത്തമ്മ? അത് നാനാ. മോളെ ഹിന്ദിയിൽ എന്നാ പറഞ്ഞേ? ഇഷ്ടമായില്ലേ ഇറങ്ങി പോകാൻ. കേട്ടോടെ ഡാനെ, കൊച്ചിച്ചിരി സാവേജ് ആക്കാൻ നോക്കിയതാ, പക്ഷെ ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. പോടാന്ന്. ബൈ ദ വേ, ഞാൻ അനയ ശർമ്മ. സ്കൈ റിവേറ, ഡാനിയൽ എല്ലിസ്. നൈസ് നെയിംസ്. നോക്ക് സാറ് വന്ന് സിരിപ്പൊരിക്കാം. ഇതാണോ നമ്മുടെ ക്ലാസ് ഇൻചാർജ്? ആയിരിക്കും, എനിക്കറിയില്ല. അല്ലടാ, ഇവളെന്നാടാ ഇങ്ങനെ ഇരിക്കണേ? ആർക്കറിയാം? എന്ത് ലുക്കാണ് ഈ മനുഷ്യൻ? ഏത്, ഇപ്പൊ വന്ന സാറോ? ചീ, സാറന്മാരെ വാങ്ങി നോക്കുന്നു, മ്ലേച്ഛം. എന്തോന്ന് സാറന്മാരെന്താ നോക്കാൻ വയ്യേ? അവരും എന്തേ മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാര് തന്നെയാ, എന്നാലും ഒരെന്നാലും ഇല്ല. പുള്ളി അട്രാക്റ്റീവാ, സോ ഞാൻ നോക്കും. ഐ എഗ്രി വിത്ത് യു അനു. ദാറ്റ്സ് മൈ മാൻ. അപ്പൊ ഞാൻ ഒറ്റ അല്ലേ? കൊള്ളാടടാനെ, നീതേ കുറച്ചു മുമ്പ് കണ്ട ഈ പെങ്കൊച്ചിന് വേണ്ടി എന്നെ എങ്ങനെ ഉപേക്ഷിച്ചല്ലോ. അതിന് നിന്നെ ഞാൻ ഇന്നലെ അല്ലേ കണ്ട? നമ്മളെന്നും ആർക്കും ഇപ്പൊ വേണ്ടല്ലോ. അച്ചോടാ, പിണങ്ങാതെന്റെ മുത്തേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എങ്കിൽ നിനക്ക് കൊള്ളാം. നിങ്ങൾ രണ്ടൊന്നും മിണ്ടാണ്ടിരുന്നേ, സാർ എന്തോ പറയണം. മോർണിംഗ് ഓൾ, ഞാനാണ് നിങ്ങളുടെ ഈ ബാച്ചിന്റെ ഇൻചാർജ് ആൻഡ് മൈ നെയിം ഈസ് ജൂലിയൻ. യു ക്യാൻ കോൾ മീ ജൂലിയൻ ഓർ ജസ്റ്റ് സർ, എനിത്തിങ് യു വിഷ്. ജൂലി മോളെ എന്ന് വിളിക്കാവോ? മിണ്ടാണ്ടിരിടാ. എന്റെ സബ്ജക്ട് മാത്സ് ആണ് ആൻഡ് ഐ വോണ്ട് എവറി വൺ ഇൻ ദിസ് ക്ലാസ് ടു ബി എക്സീഡ് ഇൻ ദിസ് സബ്ജക്ട്. സോ ഞാനിപ്പോൾ ഒരു ചെറിയ മാത്സ് ടെസ്റ്റ് നടത്തുവാണ്, ജസ്റ്റ് നോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെർട്ടീസ് ഇൻ മാത്സ്. ജസ്റ്റ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, ഒരാൾ വന്ന് ബോർഡിൽ ചെയ്താൽ മതി. ആര് വരും? നീ പഠിപ്പിയാനോടി? ഏയ് ഞാനൊന്നുമല്ല. അപ്പൊ നീ കൈവെക്കണയോ? അതോ, എന്നെ ബൈ ചാൻസ് വിളിക്കുവാണ്, എനിക്ക് അങ്ങോട്ട് വരുന്ന ചെല്ലാലോ. ശവം. ആരാടാ നിന്റെ ശവം? ദാറ്റ് ബ്ലാക്ക് ഹുഡി, കം ഓൺ. ഞാനാണോ? അതെ, നീ തന്നെ. വന്നേ ബോർഡിൽ എഴുതിയ പ്രോബ്ലം ചെയ്യും. ഇങ്ങനെ മനഃപൂർവ്വ. ഇന്നോ മാർക്കിടുന്നോ? പോയി ചെയ്തോ. കർത്താവ്, മൂർഖും പാമ്പിനെ ആണല്ലോ ചവിട്ടിയ. ഞാൻ എന്തോന്ന് കാണിക്കാനാ? എന്തേ, താൻ കാൽക്കുലസ് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. ഐ സേ. അപ്പൊ മോനെ, നിന്റെ പേര്? സ്കൈലർ. യാ, അപ്പൊ മോനെ സ്കൈലറെ, ഇനി ടീച്ചർമാരെ കളിയാക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്തോണം കേട്ടോ. പോയി സീറ്റ് പോയിരുന്നോ. എന്നതാ കിടന്ന് വിളിക്കണ? ഒന്നുമില്ല, കേറിയിരി. ഡാ, ഇന്ന് ക്ലബിൽ ചേരണനെ പറ്റി പറഞ്ഞില്ലേ, നീ എന്തിനു ചേരാനാ? അതൊരു ചോദ്യമാണോ? ബാസ്കറ്റ്ബോള്. നീയോ? എനിക്ക് ബാസ്കറ്റ്ബോളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കൊച്ചിലെ തൊട്ടേ ഷോർട്ട് ഹൈറ്റ് ആയതുകൊണ്ട് അത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഡാൻസ് എനിക്കിഷ്ടം. ഡാൻസ് അത് നല്ലയാ. ഡി അനു, നീയോ? ഞാൻ ചെയർ ലീഡിങ്. നീ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോ നിന്നെ ചെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും നിന്റെ സൈഡിലുണ്ടാവും. ഈയോ ക്രിഞ്ച്. എന്തോട്ട് ക്രിഞ്ച്? പോടാന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കുട്ടി. എന്തേ നോക്കിക്കേ, നമുക്കെന്നാ ഇപ്പൊ തന്നെ ക്ലബിലോട്ടുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പോയാലോ? വളരെ മികച്ച തീരുമാനം. വാവ്, എന്ത് രസം ഈ ക്ലബ് റൂം കാണാൻ. ഈ സോൾ ഇവിടെ എന്നെ എടുക്കുവോ? എന്റെ അറിവ് വെച്ചെടുത്തോളം കാലം ഇവന് ബാസ്കറ്റ്ബോൾ അറിയില്ല. ആർക്കറിയാം, അവനെ കാര്യം മൈൻഡാണ്. ആ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടൊക്കെ നാളെ ഇങ്ങോട്ട് പോന്നേ.